എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്നാദ്യമേ പ്രാർത്ഥിക്കുന്നു. ഈ ബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ മുൻ ഇടവകാരിയും കൂടിയായ ഏറ്റവും സ്നേഹബഹുമാനമുള്ള സാമുവർഗീസ് അച്ഛൻ ഈ കാലഘട്ടത്തിൽ ഈ ഇടവകാരിക്ക് പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ടീച്ചേഴ്സ് അച്ഛൻ, ബഹുമാനമുള്ള ഡെന്നിസ് കുമാർ അച്ഛൻ, ബി എൽ പോൾ അച്ഛൻ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഈ അൾത്താരുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു അനുഭവമാണ്. തൂവെള്ള വസ്ത്രം ധരിച്ച 15 മക്കളും അവരുടെ മാതാപിതാക്കളും നിറഞ്ഞ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടു കൂടെ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ ചിന്ത ആദ്യം കടന്നു പോകുന്നത് ഈ മാതാപിതാക്കളിലേക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വിവാഹ ഉടമ്പടിയിലേക്ക് പങ്കെടുക്കുവാനായിട്ട് പരിപാവനമായ അൾത്താരുടെ മുമ്പിൽ ഒരു വരനായി വധുവായി കടന്നു വന്നു. അന്ന് ഇവരുടെ വിവാഹം ആശീർവദിക്കുന്ന സമയത്ത് അച്ഛൻ 3 ചോദ്യം ചോദിച്ചു. മാതാപിതാക്കൾ ഒന്ന് ഓർത്തു നോക്കുക. അന്ന് അച്ഛൻ നിങ്ങളോട് ചോദിച്ച 3 ചോദ്യങ്ങൾ. ഒന്ന്, പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അവർ മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഏറ്റുപറഞ്ഞു അതേ എന്ന്. ആരുടെയും പ്രേരണ കൂടാതെയാണ് ഈ വിവാഹ ഉടമ്പടിയിലേക്ക് ഇവർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പുരോഹിതൻ ചോദിച്ചു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണെന്ന് ചോദിച്ചു. അവരതും സമ്മതിച്ചു. മൂന്നാമത് വൈദികൻ ചോദിച്ചു, ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തീയ അരൂപിയിൽ വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണ്. അവരന്ന് സമ്മതിച്ചു. അതിൻ്റെ അടയാളമാണ് ഈ മക്കൾക്ക് തൂവെള്ള വസ്ത്രം ധരിപ്പിച്ച് ഈ അൾത്താരിലേക്ക് ഈ മാതാപിതാക്കൾ ഈ മക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മക്കളെ ഇവർക്ക് ലഭിച്ച സമയത്ത് അവർ മനുഷ്യ കുഞ്ഞായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. ഈ മാതാപിതാക്കളുടെ മക്കളായി അവർ മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനായിട്ട്, മകളാക്കി മാറ്റുവാനായിട്ട് ഈ മാതാപിതാക്കളെ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ അൾത്താരിന്റെ മുമ്പിൽ വന്ന ഒരു ദിവസമുണ്ട്. അന്ന് മാമോദീസായുടെ സമയത്ത് വൈദികൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ 15 മക്കൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഇപ്പൊ മനുഷ്യ കുഞ്ഞ് മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനായിട്ട്, മകളായിട്ട് മാറി. സ്വർഗത്തിന്റെ അവകാശിയായി മാറി, സഭയുടെ അവകാശിയായിട്ട് മാറി. തുടർന്ന് വൈദികൻ ഒരു തൂവെള്ള വസ്ത്രം ഈ മക്കളെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാക്കി അടയാളമായിരിക്കട്ടെ. ഇന്ന് ഈ മക്കൾ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ മാമോദീസായി ലഭിച്ച പ്രസാദവരം ഇവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് നല്ല ഉപസാരം നടത്തി യേശുവിനെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ സ്വീകരിക്കുവാൻ ഈ മാതാപിതാക്കൾ ഈ മക്കളെ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് മാമോദീസായുടെ സമയത്ത് ഒരു കത്തിച്ച തിരികെ ഈ മക്കൾക്ക് കൊടുത്തിട്ട് പുരോഹിതൻ പറഞ്ഞു, ക്രിസ്തുവിനെ വെളിച്ചമായി പ്രകാശമായി സ്വീകരിക്കുക. നീ വെളിച്ചത്തിന്റെ മകനാണ്, വെളിച്ചത്തിന്റെ മകളാണ്. ഈ പദവി മരണപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാൻ അന്ന് ഈ മാതാപിതാക്കളോടും ഇവരുടെ ജ്ഞാന മാതാപിതാക്കളെ കാർമികൻ ഉപദേശിച്ചു. ഇന്ന് യേശുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ ഈ മക്കൾ ഒരുങ്ങി വന്നിരിക്കുമ്പോൾ
അവരുടെ കയ്യിൽ ഒരു തിരി അവർ കരുതിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തെ സ്വീകരിക്കുവാൻ, അപ്പത്തിന്റെയും മീനിന്റെ രൂപത്തിൽ സ്വീകരിക്കുവാൻ കത്തിച്ച തിരിയുമായിട്ട് ഇതാ ഞങ്ങൾ വരുന്ന കർത്താവേ എന്നതിന്റെ അടയാളമായിട്ട് ഈ തിരി കരങ്ങൾ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ മാമോദീസായില് ഈ മക്കളോട് പറഞ്ഞ കാര്യങ്ങൾ, വിവാഹ ഉടമ്പടിയില് ഈ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുകയാണ്. ഇതാണ് ഉടമ്പടി, ഇതാണ് ഉടമ്പടിയുടെ ജീവിതം. ഇന്നത്തെ ഒന്നാമത്തെ വായനയില് മോസസ് കാളക്കുട്ടിയെ കുറിച്ച് ബലിപീഠത്തിലും ജനങ്ങളുടെ മേലൊക്കെ തളിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനായിട്ട് മോസസ് ജനത്തോട് പറയുന്നു. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോടും വിശ്വസ്തത കാണിക്കും. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ശക്തനാക്കുന്നവൻ ഞാനാണ്, നിനക്കൊന്നും ദോഷമായി സംഭവിക്കില്ല. ഈ പൊന്നു വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറി കിട്ടണമെങ്കിൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ഈ ജനം മുഴുവനും പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് വിശ്വസ്തരായിട്ട്, ദൈവത്തോട് വിശ്വസ്തരായിട്ട്, ദൈവപുരുഷനായ മോസസിനോട് അനുസരണയുള്ളവരായിട്ട് ഞങ്ങൾ ഇരുന്നു കൊള്ളാം. ഇന്ന് ഈ മക്കള് ദിവ്യകാരുണ്യ തിരുനാളിന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട്. പെസഹ കാലമൊക്കെ കഴിഞ്ഞ് ആണ്ടുവട്ടത്തിലെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട 3 തിരുനാളുകളുണ്ട്. ഒന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാള്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അതാണ് ആഘോഷിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന ആ ത്രിത്വത്തിലെ രഹസ്യം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം ചിന്തിക്കുകയും ചെയ്തു. അപ്പൊ സത്താപരമായ ഈ ഐക്യം, കുടുംബത്തില് അപ്പനും അമ്മയും മക്കളും ഒന്നു ചേരുമ്പോൾ ആ ത്രിത്വത്തിലെ ഐക്യവും സമാധാനവും സന്തോഷവും ആ ആലോചനകളൊക്കെ ഇവരുടെ മനസ്സുകളിൽ കടന്നു വരണം, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ഈ മക്കൾ ഇന്ന് ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ കുരിശടയാളം വരച്ച് ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടാണ് വന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന മറ്റൊരു തിരുനാളാണ് ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ തിരുനാൾ. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് വാഗ്ദാനത്തിന്റെ ഭൂമിയിലേക്ക് നയിച്ചു കൊണ്ടുപോയപ്പോൾ ആ ജനത്തിന് തീറ്റിപ്പോറ്റുവാൻ ദൈവം വളരെ ശ്രദ്ധാലായിരുന്നു. വിശന്ന് വലഞ്ഞ ജനത്തിന് അവിടുന്ന് മന്ന പൊഴിച്ചു കൊടുത്ത്, ദാഹിച്ചു വലഞ്ഞ ജനത്തിന് കുടിക്കുവാനായിട്ട് പാറ പൊട്ടിച്ച് ജലം കൊടുത്തു. ആ ദൈവത്തിന്റെ ശക്തമായ കരം ഇന്ന് മോസസിലൂടെ കടന്നു കണ്ട ബലിയർപ്പെട്ട് പറയുന്നു, ഇത് ഉടമ്പടിയുടെ രക്തത്താണ്. മോശ ജനത്തെ ശുദ്ധീകരിച്ചത് ഉടമ്പടിയിലാണ്. ദൈവം പരിപാലിക്കുന്ന, ദൈവം തീറ്റിപ്പോറ്റുന്ന, ദൈവം വഴി നടത്തുന്ന ജനത്തെ വിശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ വായനയില് അപ്പോസ്തലൻ പറയുന്നത്, ഇത് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തമാണ്. വിശുദ്ധ കുർബാനയിലെ തിരുശരീരം നവീകരിക്കപ്പെട്ടതാണ്. അന്ന് കാളക്കുട്ടിയെ മുറിച്ച് ബലിയർപ്പിച്ചുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു തന്നെയാണ് ബലിയാണ്, ക്രിസ്തു തന്നെയാണ് പുരോഹിതൻ, ക്രിസ്തു തന്നെയാണ് തന്നെ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ബലിയെ കുറിച്ച് പറഞ്ഞത് നവീനവും സനാതനവുമായ പുതിയ നിയമത്തിലെ ഉടമ്പടിയാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ, ഈ ഉടമ്പടിയിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കൂടെ നിൽക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ പറയും, അച്ഛാ ഞങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി, ഇവിടെ പോയി ഉടമ്പടി. ഏറ്റവും വലിയ ഉടമ്പടി ദൈവവുമായ ഉടമ്പടിയാണ്. മാമോദീസായിലൂടെ ഓരോ ഉദാശകൾ സ്വീകരിക്കുമ്പോൾ നാം നമ്മെ തന്നെ നവീകരിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കുകയും, ഇപ്പൊ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ മക്കള് വിശുദ്ധ
കുർബാന സ്വീകരിക്കുവാനായിട്ട് ഈ വചനം കേട്ട് പ്രബുദ്ധരായതിനു ശേഷം കാർമികൻ അവരോട് ചോദിക്കുകയാണ്, വികാരിച്ച് ചോദിക്കും, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുണ്ടോ? അവന്റെ സകല ആഡംബരങ്ങളിൽ ഉപേക്ഷിക്കുന്നുണ്ടോ? സർവശക്തനും പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഈ തിരുനാളിനെ തുടർന്ന് പോകുന്നത് തിരുഹൃദയ തിരുനാളിലേക്കാണ്. നമ്മുടെ ഓരോ കുടുംബങ്ങള്, നമ്മുടെ ഓരോ സ്ഥാപനങ്ങള് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. ഇന്ന് ഈ മക്കള് നമ്മൾ ആമുഖത്തിലും അതുപോലെ ആമുഖ സന്ദേശത്തിലൊക്കെ വായിച്ച് കേട്ടതും ഗ്രഹിച്ചതുമെല്ലാം ഈ ഉടമ്പടിയിലേക്കുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രസ്യ പറഞ്ഞത്, ഞാൻ എൻ്റെ സലിം ചേച്ചിയോടും എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങൾ പിടിച്ച് ഞാൻ അത്താനിയുടെ മുമ്പിൽ വന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചപ്പോൾ സ്വർഗം എൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യ കുർബാന നടത്തുന്ന കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് കുർബാന കൊടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മക്കളെ, നിങ്ങൾക്ക് പഠിച്ച് ജീവിച്ച് എന്തായി തീരണം? ഇന്നലെ ഞാൻ രാവിലെ നീലോടി പള്ളിയിലും വൈകുന്നേരം വിഴിഞ്ഞം പള്ളിയിലും കുമ്പസാരിപ്പിക്കാൻ പോയപ്പോഴും അവിടെയും ചോദിച്ചത് ഈ ചോദ്യം തന്നെ. 98% കുട്ടികളും അവർക്ക് എന്തായി തീരണമെന്ന് അവർ ഈ പ്രായത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ 2% കുട്ടികൾ മാത്രമേ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിഞ്ഞുകൂടാതെ. ഞാൻ ഇന്നലെ പോയി 2 പള്ളിയിലും ഭൂരിഭാഗം ആൺകുട്ടികൾ പറഞ്ഞത് അവർക്ക് വൈദികരാണ്. വലിയ ഉന്നതമായ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞവരുണ്ട്. ഞാൻ ആ മക്കളോട് പറഞ്ഞതാണ്, നാളെ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നിന്റെ നാവിലേക്ക് അച്ഛൻ വെച്ച് തരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ നല്ല ദൈവത്തോട് നിന്റെ ഈ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് ഈ 15 മക്കളോടും ഞാൻ പറയുന്നത് തന്നെയാണ്, മക്കളെ, നിങ്ങളുടെ നാവിലേക്ക് ആദ്യമായിട്ട് ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവം എന്തിനു വേണ്ടി നിങ്ങളെ സൃഷ്ടിച്ചോ അതാക്കി മാറ്റണമേ എന്ന്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കള് ഈ ആമുഖത്തില് ഈ ബലി ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ മക്കളെ ഇപ്പോൾ പ്രതിഷ്ഠിച്ച് സമർപ്പണം ചെയ്തു. ഇവരുടെ നാവിലേക്ക് ദിവ്യകാരുണ്യ ഈശോ എഴുതി വരുമ്പോൾ നിങ്ങൾ നിറഞ്ഞ ഹൃദയത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. ദൈവം എന്നെ ഈ മകളെ നീ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് നൽകിയോ അതാക്കി തീർക്കണം. എന്നാൽ ദൈവ പൈതലായിട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് ദൈവോത്മകമായി വളരുമ്പോൾ ഈ മക്കളെ കുറിച്ച് ഒരാകുലതയും ഉണ്ടാകില്ല. ഇവർ സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ അന്യ നാടുകളിലാകട്ടെ എവിടെ വേണ്ടവർ യാത്ര ചെയ്യട്ടെ, പഠിക്കാൻ പോകട്ടെ, ജോലിക്ക് പോകട്ടെ, ഈ മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു ആകുലതയും അസ്വസ്ഥതയും ഉണ്ടാകില്ല. കാരണം നിന്റെ പൈതൽ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നീ ദൈവോത്മകമായിട്ട് ഈ മക്കളെ വളർത്തണം. ഇന്ന് ആദ്യ കുർബാനയിൽ ഇത്രയും ഒരുങ്ങി നന്നായിട്ട് വന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നിത്യപൂജയ്ക്ക് ദിവ്യബലിയിൽ ഈ മക്കളെ പങ്കെടുപ്പിക്കണം. നമ്മുടെ ട്യൂഷന് പോകുവാനായിട്ട്, യാത്ര ചെയ്യുവാനായിട്ട്, ഉപരിപഠനത്തിനായിട്ടൊക്കെ വളരെ വ്യഗ്രത കാണിക്കുന്നവരാണ്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എൻ്റെ കുഞ്ഞ് യോഗ്യതയോടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഓരോ ദിവസവും ഉറപ്പുവരുത്തണം. ഇവർക്ക് മുമ്പിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുമ്പസാരിക്കുകയും നിങ്ങൾ കുടുംബമായിട്ട് തന്നെ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ ഇവരുടെ ജീവിതം ധന്യമായിട്ട് മാറും. വാസ്തവത്തിൽ ഇന്ന് കൊച്ചി രൂപതയില് പ്രിൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹത്തിൻ്റെ 50-ാം വാർഷികമാണ്. ഇന്ന് അവിടെ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ ആ പ്രിൻസസിന്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചത്, അമ്മച്ചോട് ചോദിച്ച, അമ്മച്ചി, ഈ കഴിഞ്ഞ 50 വർഷത്തെ
വിവാഹ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാൻ കഴിയും? അമ്മ പറഞ്ഞ വാക്കിതാണ്. എന്നെ അച്ഛൻ മോനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛൻ മോനെ, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിച്ചത്. ഞങ്ങൾ ഒന്നായത് അൾത്താരയിൽ നിന്നാണ്, ബലിപീഠത്തിന് മുമ്പിൽ വെച്ചാൽ. അതുകൊണ്ട് ഈ 50 വർഷവും ഒന്നായിട്ട് ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. നോക്കണേ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതം ദൈവോന്മുഖമായ, ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം. ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച സംഭവം ഞാൻ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു. പക്ഷെ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ദൈവം അവരോടുകൂടെ യാത്ര ചെയ്തു. മോശയോടൊപ്പം അഹ്റോനോടൊപ്പം ഒക്കെ നിന്ന് ദൈവം ഈ ജനത്തോട് സംസാരിച്ചു. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സഭയിലൂടെ, പുരോഹിതരിലൂടെ, സമർപ്പിതരിലൂടെ, ഈ കാലഘട്ടത്തിലും നമ്മുടെ മാതാപിതാക്കളിലൂടെയും ദൈവം സംസാരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഈ പെസഹായിക്ക്, ഈ കടന്നു പോകലിന് ഒരു ഒരുക്കം ചെയ്യുവാനായിട്ട് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക, നിങ്ങൾ ഇന്ന ഭവനത്തിൽ പ്രവേശിക്കുക. നോക്കണേ, ദൈവത്തിന്റെ ആ പെസഹായിക്ക് ഒരുക്കുവാനായിട്ട് ശിഷ്യന്മാരെ അയക്കുന്നു. ആ കടന്നുപോക്കില് വളരെ വേദന ഉണ്ടായിരുന്നു. പുരുഷമരണം കാണുന്നുണ്ട്, പക്ഷെ തീർന്നില്ല. ഒരു ഉയർപ്പിന്റെ മഹിമ, ഉയർപ്പിന്റെ മഹത്വം അനുഭവിക്കുവാനായിട്ട് ആ ശിഷ്യന്മാർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് എമാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അല്പം ദുഃഖിതരായിട്ടും വേദന അനുഭവിക്കുന്നതായിട്ടും സംഘർഷമായ മനസ്സോടെ പോയെങ്കിലും അപരിചിതനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് അവരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ, അവരുടെ പ്രവാചക ഗ്രന്ഥങ്ങളും നിയമഗ്രന്ഥങ്ങളും പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയും അവരിൽ നിന്ന് തന്നെ കാഴ്ചവസ്തു വാങ്ങി, അപ്പം വാങ്ങി മുറിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് കർത്താവാണ്, ഞങ്ങളോടൊപ്പം ജീവിക്കണം. നാഥ, നീ ഞങ്ങളോടൊപ്പം ജീവിക്കണം, വസിക്കണം. ഈ മാതാപിതാക്കളെ ഇന്ന് ഈ മക്കള് സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഈ ഒരു അനുഭവമായിട്ട് മാറണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ചില വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ, വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുവാൻ, ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തുവാൻ വളരെ ചെറുപ്പക്കാരായ വിശുദ്ധരെ സഭ തിരഞ്ഞെടുക്കുകയാണ്. കേരളത്തിൽ നിന്നും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ അവർ രോഗങ്ങളും വേദനകളും സഹിച്ചതാണ്. പക്ഷെ അവരുടെ ശക്തി വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്. നമ്മൾ ദേവാലയത്തിൽ ബലിപീഠ സമയത്ത് മാത്രമല്ല, മറ്റ് സമയങ്ങളിലും ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളും അച്ചടക്കവും ഭക്തി നിറഞ്ഞതാക്കണം. വിശുദ്ധ അൽഫോൻസ് പറയുന്നുണ്ട്, മാലാഖമാ കയറി ചെല്ലുവാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ പിശാചുക്കള് ഓടിക്കളിക്കുന്നു എന്ന്. മാലാഖമാർ കയറി ചെല്ലുവാൻ ഭയപ്പെടുന്ന സ്ഥലങ്ങളിൽ പിശാചുക്കള് ഓടിക്കളിക്കുന്നു. ചില ദേവാലയങ്ങളിൽ ഭക്തിയില്ലാതെ, അച്ചടക്കമില്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഇതെത്രയോ സത്യമാണെന്ന് മനസ്സിലാവും. കാരണം മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ഗോതമ്പപ്പവും മനുഷ്യൻ അധ്വാനിച്ചതൊക്കെ മുന്തിരിയും അത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചാറും കൂദാശ വചനങ്ങളിലൂടെ യേശുവിന്റെ ശരീരവും രക്തവുമാണ് എന്ന് ആഴമായ വിശ്വാസമില്ലാത്തതുകൊണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ട്. പള്ളിയിൽ വരുന്നുണ്ടോ? പള്ളിയിൽ വരുന്നുണ്ട്. എല്ലാത്തിലുമുണ്ട്. എല്ലാ സംഘടനകളിലുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, ഭക്തസംഘടനകളുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ 100% എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി നൽകുന്നത് പ്രസാദമല്ല, നൈവേദ്യമായി കൊടുക്കുന്ന വസ്തുവല്ല, ദൈവത്തെ തന്നെയാണ് നമുക്ക് തരുന്നത്. ദൈവത്തെ തരുവാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ അധ്വാനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ അപ്പൂവിനെ സമർപ്പിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന ആ പ്രതീകാത്മകമായ വസ്തു
അതിന്റെ രുചി മാറുന്നില്ല, നിറം മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. പക്ഷെ അത് കർത്താവ് തന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുക. അതുകൊണ്ടാണ് വിശുദ്ധ ക്ലാര പുണ്യവതി കുരിശുദ്ധ കാലത്ത് ഗവൺമെന്റ് കൊള്ളയടിക്കുവാൻ വേണ്ടി, ആക്രമിക്കുവാൻ വേണ്ടി വന്ന സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വിശുദ്ധ ക്ലാര ചെയ്തത് ദിവ്യകാര്യം എടുത്ത് ഒരു അരുളിക്കായി വെച്ച് ഉയർത്തിപ്പിടിച്ചു. ശത്രുവിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല, തിരിച്ചോടിയെന്നാണ് ചരിത്രം പറയുന്നത്. നിന്റെ ഈ മക്കളെ വിശുദ്ധ കുമാരൻ അധിഷ്ഠിതമായി ബലിപീഠത്തോടും പൗരോഹിത്യത്തോടും സഭയോട് ചേർത്ത് വളർത്തുകയാണ് എങ്കിൽ ഒരു അന്ധകാര ശക്തികൾക്കോ ഒരു ദുഷ്ട മനുഷ്യനോ ഈ മക്കളെ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല. അവർ ദൈവത്തിൽ എന്നും ആനന്ദിക്കും, ആഹ്ലാദിച്ച് വളരും. ഈ മക്കൾ എന്തായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊന്നും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ രോഗാവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ അപൂർവ ചില കുടുംബാംഗങ്ങൾ ആ അപ്പനും അമ്മയ്ക്കും വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി വളരെയേറെ താല്പര്യം കാണിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏറ്റവും അവസാനം എനിക്ക് കൊടുക്കുവാനുള്ളത് യേശുവിന്റെ ശരീരവും രക്തവുമാണ്. ഈ മക്കൾക്ക് ഈ ബോധ്യം കൊടുക്കുവാൻ നന്നേ ചെറുപ്പമായിരിക്കുമ്പോഴേ മാതാപിതാക്കൾക്ക് സാധിക്കും. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം വായിക്കുമ്പോൾ, ഏതൊരു വിശുദ്ധരുടെ ജീവിതം വായിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് കാണാൻ സാധിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച ആ സ്നേഹത്തിന്റെ പ്രകാശം, അതിനു ചുറ്റുമുള്ള മുൾമുടിയുടെ വേദനകൾ, മുൾക്കിരീടത്തിന്റെ വേദനകൾ, പക്ഷെ ആ രക്തം ജീവൻ നൽകുന്നതാണ്. ആ ജലം നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തിരുഹൃദയ പടം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അത് രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ 15 മക്കളും അവരുടെ മാതാപിതാക്കളെ ആ രൂപത്തിന്റെ മുമ്പിൽ നിർത്തി ഇവരുടെ നെറ്റിത്തടകളിൽ കുരിശ് വരച്ചിട്ടാണ് ദേവാലയത്തിൽ കൊണ്ടുവന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങൾ കത്തോലിക്കരാണ്. ഇന്ന് നിങ്ങളുടെ പൂർവികരുടെ കല്ലറകളുള്ള വീട്ടിന്റെ പുരയിടങ്ങളിൽ നമ്മളെല്ലാം നടക്കുന്ന പുരയിടത്തിലാണല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ കുർബാന നിങ്ങൾക്ക് എനിക്ക് വിശ്വാസം പകർന്ന് എൻ്റെ പൂർവികരൊക്കെ ഓർത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് പൂർവികർ കിട്ടിയ വിശ്വാസമാണ് വളരുന്നത്. ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ കടന്നു പോകും മക്കളെ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ചാണി CSI പള്ളിയിൽ ആ പള്ളിയുടെ അംഗമായ സഹോദരൻ്റെ വീട് പാലുകാച്ച എന്നെയും വിളിച്ചു. ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ പല ദിവസങ്ങളിൽ വന്ന് അദ്ദേഹം എന്നെ സന്ദർശിച്ച മനുഷ്യനാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. പിന്നോട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്നുകൊള്ളു അച്ഛ അല്ല, ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ കുറേ CSI അച്ഛന്മാർ കാണും, അച്ഛൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പോയി. വീട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സമയമായപ്പോൾ ഒരു ചേട്ടത്തി കുളവും വെള്ളവും കൊണ്ടുവരുന്നതായിരുന്നു. വേറൊരു ചേട്ടത്തി മുളത്തിൽ മല്ലിയും മുളകും അറിയാമല്ല പലതരം സാധനങ്ങളെല്ലാം ഉണ്ട്. അടുത്ത് വേറെ ഒന്നിൻ്റെ പെട്ടിയും പ്രമാണവും പൈസ പെട്ടിയൊക്കെ കൂടെ കൊണ്ടുപോകും. അവിടെ നിന്ന് ഒരു പാസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ ചായക്കോട്ടുള്ളതിൻ്റെ അടുത്തുള്ള CSI പള്ളിയിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം കുടുംബനാഥനോട് ചോദിച്ചു, പലവ്യഞ്ജനക്കടയിലെ സാധനം കൊണ്ട് നിനക്ക് അകത്ത് കയറണോ കർത്താവിനെ കൊണ്ട് കയറണോ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം. പലവ്യഞ്ജനക്കടയിലെ സാധനങ്ങൾ കൊണ്ട് നിനക്ക് വീട്ടിൽ കയറണോ കർത്താവിനെ കൊണ്ട് നിനക്ക് വീട്ടിൽ കയറണോ? ആ മകൻ പറഞ്ഞു, സാമ്രാജ്യം എന്നാണ് പേര്. പറഞ്ഞു, അച്ഛാ കർത്താവിനെ കൊണ്ട് കയറിയാൽ മതി, ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, കർത്താവ് എന്നിൽ ജീവിക്കണമെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഈ അനാചാരങ്ങളൊക്കെ വിട്ടുപേക്ഷിക്കണം. കർത്താവിനെ വഹിക്കുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ കൊണ്ട് നടക്കുവാൻ കഴിയണം. തീർച്ചയായും ഈ ഇന്നത്തെ നല്ല ദിവസത്തിൽ ഈ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്കൂളിലെ ഒരു കുട്ടിയോട് ടീച്ചർ ചോദിച്ച ചോദ്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ക്ലാസ് മുറിയിലെ ടീച്ചർ ഒരു കുട്ടിയോട് പൊതുവായിട്ട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം വലിയവനാണോ ചെറിയവനാണോ? ഓരോ കുട്ടികളും അവരുടെ ബുദ്ധിക്കനുസരിച്ച് മറുപടി പറഞ്ഞു. ഒരു കുട്ടി നിശബ്ദനായിരുന്നു.
ടീച്ചർ അവനോട് ചോദിച്ചു, നിനക്ക് അഭിപ്രായമില്ലേ? നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയുക. അവൻ എഴുന്നേറ്റ് നിർത്തി. അവൻ പറഞ്ഞു, ഈ പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ള, നിയന്ത്രിക്കുവാൻ കഴിവുള്ള, പരിപാലിക്കുവാൻ കഴിവുള്ള വലിയവനാണ് എൻ്റെ ദൈവം. എന്നാൽ മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാകുന്ന ഒരപ്പ കഷ്ണത്തിന്റെ ഉള്ളില് ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന അത്രയ്ക്ക് ചെറിയവനുമാണ് ടീച്ചറെ എൻ്റെ ദൈവം. ആര് കൊടുത്ത ബോധ്യം? വീട്ടില് മാതാപിതാക്കൾ കൊടുത്ത ബോധ്യമാണ്. വീട്ടിൽ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ പഠിപ്പിച്ച ബോധ്യമാണ്. പെട്ടെന്ന് മനസ്സിൽ ഒരു അനുഭവം ഓടി വരികയാണ്. കൊച്ചിയിൽ എന്നെ സെമിനാരിയിൽ സ്വീകരിച്ച് എന്നെ പഠിപ്പിച്ച് എന്നെ സഹായിച്ച് വളർത്തിയ അച്ഛൻ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ആ അച്ഛൻ്റെ അസിസ്റ്റൻ്റാണ് പ്രിൻസ് എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ സംസ്കാരം കഴിഞ്ഞ് 7 കുർബാനയ്ക്ക് ഞാനാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഞാൻ അവിടെ തിരക്കുമ്പോൾ എല്ലാവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇടവക ജനം മുഴുവനും പറയുന്ന ഒരു വാക്ക്, ഞങ്ങളുടെ വലിയച്ഛനെ നന്നായിട്ട് ഈ അച്ഛൻ ശുശ്രൂഷിച്ചു. കൊച്ചച്ഛൻ ഏതാണ്ട് 2-4 മാസം രോഗക്കിടക്കയിലായിരുന്നു. കുളിപ്പിക്കുവാനും ഷേവ് ചെയ്ത് കൊടുക്കുവാനും അച്ഛൻ്റെ വസ്ത്രം അലക്കുവാനും അച്ഛൻ വേറെ ആരെയും നിർബന്ധിച്ചില്ല. ഈ പ്രിൻസ് അച്ഛൻ തന്നെയാണ് ഈ അച്ഛൻ എല്ലാം ശുശ്രൂഷയും ചെയ്തു. അദ്ദേഹം അച്ഛനായിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പോൾ അഭിവന്യ പിതാവ് ജോസഫ് കയ്യ പിതാവ് ശവസംസ്കാര ദിനത്തിൽ എടുത്ത് പ്രത്യേകം പറയുകയും ചെയ്തു. 7 കുർബാനയ്ക്ക് വചനം പങ്കുവെച്ചിട്ട് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, പ്രിൻസ് അച്ഛ വലിയച്ഛന് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പ്രതിഫലം തരും. എന്നിട്ട് ഞാൻ ജനത്തോടും അവിടെയുള്ള വൈദികരോടും സമർപ്പിക്കലോടും പറഞ്ഞു, പ്രിൻസ് അച്ഛൻ ഇതൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സെമിനാരിൽ കണ്ടെത്തിയ ദൈവശാസ്ത്രവും ഫിലോസഫിയും മനഃശാസ്ത്രവുമല്ല, നന്ദി കുഞ്ഞായിരുന്നപ്പോൾ മാതാപിതാക്കൾ നെറ്റിത്തടത്ത് കുരിശ് വരച്ച് പഠിപ്പിച്ച പാഠമാണ് എന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ മാതാപിതാക്കളുടെ വിവാഹ വാർഷികത്തിന് എന്നെ വിളിച്ചത്. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ എന്തായിത്തീരണം, എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അവിടെ കൊടുക്കുന്ന മാതൃകയും ജീവിതവുമാണ് ഇവരുടെ വിജയത്തിന് കാരണം. ഇന്ന് ഒത്തിരി പേര് ധ്യാന കേന്ദ്രങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥനാ സെന്ററുകളിലും പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ കൺവെൻഷൻ കമ്മിറ്റികളിലൊക്കെ ഓടുന്നു. എന്തിനാണ്? മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഈ ഓട്ടം കൊണ്ട് ആശ്വാസം കിട്ടില്ല. എവിടെയൊക്കെ ഓടിയാൽ ആശ്വാസം കിട്ടില്ല. നന്നേ ചെറുപ്പമാകുമ്പോഴേ ദിവ്യകാരുണ്യ അനുഭവത്തിൽ തിരുഹൃദയത്തിൻ്റെ തണലിൽ ആ ഹൃദയത്തിൽ ഈ മക്കളെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കണം. അതിന് മാതാപിതാക്കൾ നല്ല കപ്പുളിക്കാൻ ജീവിതം നയിക്കണം. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നന്മകളും ആശംസിക്കുന്നു. ഇവരെ പഠിപ്പിച്ച അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ മക്കൾ 15 പേരും അമൂല്യമായ നിധിയാണ്. അമൂല്യമായ നിധിയാണ്. നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ ജീവനാണ്, നിങ്ങളുടെ ആയുസ്സാണ്. ഈ സഭയിൽ തിളങ്ങുന്ന 15 നക്ഷത്രങ്ങളാണ് ഈ മക്കളെ. മക്കളെ, ദൈവം തന്നെ ഈ പ്രസാദവരം നഷ്ടപ്പെടുത്താതെ നന്നായിട്ട് ജീവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കന്യകാമാതാവിനോട് നിത്യം ബഹുമാനം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ ഔസേപ്പ് പിതാവാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ അലഞ്ഞു തിരിയാതെ കൃത്യസമയം നല്ല തൊഴിൽ ലഭിക്കുവാൻ വിശുദ്ധന്റെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ആമേൻ.